ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെമസ്റ്റർ പാറ്റേൺ ആക്കിയതിന് ശേഷമുള്ള, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാമാണ്. ഫെബ്രുവരി 2014 നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2019 വരെ, 2014 മുതൽ 2018 വരെ സെമസ്റ്ററിലായിരുന്നു എക്സാം നടന്നിരുന്നത്. എന്നാൽ 2019 മുതൽ അത് ഇയറിലേക്ക് മാറ്റി. അപ്പോൾ 2018 വരെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഫസ്റ്റ് സെമസ്റ്ററിലും ബാക്കിയുള്ള ചാപ്റ്ററുകൾ സെക്കൻഡ് സെമസ്റ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഇയറിലാണ് നടക്കുന്ന എക്സാം. എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഇയർലി ഒരു എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫെബ്രുവരി 2014 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും ആദ്യത്തെ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അത് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് മനസ്സിലാക്കരുത്. അതായത് 2014 സെമസ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരിക്കുക. ദെൻ ഇപ്പോൾ ഇയർ പാറ്റേൺ ആണ്, അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ സോൾവ്ഡ് പേപ്പറിൻ്റെ ഇതുവരെയുള്ള എല്ലാ എക്സാമിൻ്റെയും സോൾവ്ഡ് പേപ്പറിൻ്റെ പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ എ സർക്യൂട്ട് ഡയഗ്രാം, ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ ആൻഡ് പ്രോഗ്രാംസ്, ഓപ്ഷൻ സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ദെൻ ഓപ്ഷൻ ഡി ഹാർഡ്വെയർ ആൻഡ് സർക്യൂട്ട്. അപ്പോൾ ഇതിലൊരു ബെറ്റർ ആൻസർ, അതായത് സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിൻ്റെ ഫിസിക്കൽ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് ആൻസർ. കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ്, കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. CPU-ൻ്റെ ഫുൾ ഫോമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ആൻസറൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ചില ഇതിലൊക്കെ സെൻട്രൽ പ്രോസസ്ഡ് യൂണിറ്റ് എന്നൊക്കെ വരാറുണ്ട്, അപ്പോൾ അത് തെറ്റിപ്പോവരുത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് വിൻഡോസ് XP. വിൻഡോസ് XP എന്നാൽ എന്ത് എന്നുള്ളതാണ്. വിൻഡോസ് XP എന്താണെന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഷോർട്ട് കട്ട് കീ ഫോർ കട്ട് ദ സെലക്റ്റഡ് ഫയൽ. ഒരു ഫയൽ കട്ട് ചെയ്യാൻ നമ്മൾ എന്താണ്, മൂവ് ചെയ്യാൻ എന്താണ് ഷോർട്ട് കട്ട് കീ? Ctrl+X ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് Ctrl+A ഉണ്ട്, C ഉണ്ട്, V ഉണ്ട്. അതെന്താണെന്നും കൂടെ പറഞ്ഞു തരാം. Ctrl+A എന്ന് പറയുന്നത് ഓൾ സെലക്ട് ആണ്, ഓൾ സെലക്ട്. Ctrl+C എന്ന് പറയുന്നത് കോപ്പിയാണ്. അതേപോലെ Ctrl+V എന്ന് പറയുന്നത് പേസ്റ്റ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. Ctrl+A ഓൾ സെലക്ട്, Ctrl+C കോപ്പി, Ctrl+X കട്ട്, Ctrl+V പേസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഇൻ്റർ കണക്റ്റിംഗ് ഓഫ് 2 or more കമ്പ്യൂട്ടേഴ്സ് ഇൻ എ സിംഗിൾ റൂം ഈസ് കോൾഡ്. ഒരു റൂമിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന്, അപ്പോൾ ഒരു റൂമിലോ ഒരു ബിൽഡിങ്ങിലോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് LAN എന്ന് പറയുന്നത്. അപ്പോൾ LAN എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, റൂമിലോ ബിൽഡിങ്ങിലോ ഒക്കെ അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിവൈസ്, അതായത് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്റ്റൻഷൻ ഓഫ് വേർഡ് ഫയൽ. വേർഡ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ MP4, 3GP, AVI എന്നൊക്കെ ഫോർമാറ്റുകൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? .doc ആണ് ആൻസർ എന്ന് പറയുന്നത്. വേർഡിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .doc ആണ്. XLS എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റിൻ്റെ, മൈക്രോസോഫ്റ്റ് എക്സൽ ഫയലുകളുടെ എക്സ്റ്റൻഷനാണ് XLS. അതേപോലെ ഓപ്ഷൻ ഡി PPT എന്ന് പറയുന്നത് പവർ പോയിൻറ്റിൻ്റെ
നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഉപയോഗിച്ച് പ്രസൻറ്റേഷൻ സ്ലൈഡുകളുടെ ഫോർമാറ്റാണ് .ppt എന്ന് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കണക്റ്റിംഗ് ടു ദ ഇൻ്റർനെറ്റ് യൂസിങ് ഫോൺ ലൈൻ ആൻഡ് എ മോഡം കണക്ഷൻ ആർ കോൾഡ്. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേര് ഡയലപ്പ് കണക്ഷൻ എന്നാണ് പറയുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടൈപ്പ് ഓഫ് മോഡം ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ സിഗ്നൽസ് ത്രൂ ദ എയർ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് കേബിൾസ്. കേബിൾസ് ഉപയോഗിക്കാതെ നമ്മൾ എയറിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈപ്പ് മോഡത്തിനെ, അത്തരത്തിലുള്ള മോഡത്തെ പറയുന്ന പേരെന്താണ്? അപ്പോൾ എയറിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡത്തെ പറയുന്ന പേര് എക്സ്റ്റേണൽ മോഡം, ഇൻറ്റേർണൽ മോഡം, വയർലെസ് മോഡം, ADSL മോഡം. ഓക്കെ, അതായത് വയർലെസ് മോഡം എന്നുള്ളതാണ്. അപ്പോൾ എയറിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വയർലെസ് മോഡാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന, കമ്പ്യൂട്ടറിൻ്റെ CPU-ൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഇൻറ്റേർണൽ മോഡം ആയിരിക്കണം. അപ്പോൾ ഒരു സർക്യൂട്ട് ബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇൻറ്റേർണൽ മോഡം. then ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ടു. നമ്മൾ ഓൾറെഡി ആ ഫോർമാറ്റ് പറഞ്ഞു പവർ പോയിൻറ്റിൻ്റെ ഫോർമാറ്റ് .ppt ആണ്. അത് പ്രസൻറ്റേഷൻ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ക്രിയേറ്റ് ദ പ്രസൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ അൺഡു ബട്ടൺ ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് യൂസ്ഡ് ടു. അൺഡു ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. റിവേഴ്സ് ദ ലാസ്റ്റ് ആക്ഷൻ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ആക്ഷനാണോ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് അതിൽ നിന്ന് റിവേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഡു ബട്ടൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് നമ്മൾ എന്ത് ചെയ്തു, മായ്ച്ച് കളഞ്ഞു. ആ മായ്ച്ച് കളഞ്ഞ ഭാഗം നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അൺഡു ബട്ടൺ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് തിരിച്ച് ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് തന്നെ വരാൻ, റിവേഴ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഡു ബട്ടൺ ഉപയോഗിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ഫ്രം ദ ഗിവൺ ചോയ്സ്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓൾ ട്രെയിനീസ് ടു അറ്റൻഡ് ദ ക്ലാസ് യെസ്റ്റർഡേ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു റെക്കമെൻഡേഷൻ നമ്മളോട് ദ കമ്പ്യൂട്ടർ ഈസ് വെരി സ്ലോ ആൻഡ് ടേക്സ് ടൈം ടു കംപ്ലീറ്റ് എനി വർക്ക്. കമ്പ്യൂട്ടർ സ്ലോ ആണ്, സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ കമ്പ്യൂട്ടർ വണ്ടർഫുൾ ആണ്, സ്റ്റിൽ ഗുഡ് ആണ് എന്നൊക്കെ ഓപ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. വി ഷുഡ് ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരു SMS ലാംഗ്വേജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു SMS ലാംഗ്വേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. RUDE ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ CU ഒരു 2 ഉണ്ട്, അതേപോലെ NITE. എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നുള്ളതാണ്. ആർ യു ദർ, സി യു ടു നൈറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ WH വേർഡ് ആണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻ ഫുള്ളല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ കീയിൽ വന്നത് വേറെ ആയിരുന്നു ആൻസർ എന്നുള്ളതാണ്. എന്നിരുന്നാലും ആ ക്വസ്റ്റ്യൻ ഫുള്ളായിരുന്നില്ല. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ടെൻസ് വെർബ്. അതായത് സ്യൂട്ടബിൾ ടെൻസ് വെർബ് ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. വിനോദ് ഡാഷ് ദ ലെങ്ത് ഓഫ് ദ ടേബിൾ ആൻഡ് നോട്ടഡ് ഇറ്റ് ഡൗൺ. വിനോദ് ടേബിളിൻ്റെ വലുപ്പം അളന്നു എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളന്ന് കഴിഞ്ഞിരിക്കണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. മെഷർ, വിൽ മെഷർ, ഷോൾ മെഷർ, മെഷേർഡ്. അളന്നു എന്നുള്ളത് പാസ്റ്റ് ടെൻസ് പറയുന്നത് മെഷേർഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ എമംഗ് ദ ഫോളോയിങ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ യുവർ ജോബ് റെസ്യൂം. നിങ്ങളുടെ ജോബ് റെസ്യൂമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്നുള്ളതാണ്. യുവർ നെയിം, യുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, യുവർ അഡ്രസ്, യുവർ ക്വാളിഫിക്കേഷൻ. നമ്മളൊരു ബയോഡാറ്റയോ റെസ്യൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്താത്തൊരു കാര്യം എന്ന് പറയുന്നത് യുവർ ഈറ്റിംഗ് ഹാബിറ്റാണ്. ഭക്ഷണശീലങ്ങളൊന്നും നമ്മൾ എന്തെങ്കിലും ഉൾപ്പെടുത്താറില്ല, ജോബ് റെസ്യൂമിൽ ഉൾപ്പെടുത്താറില്ല. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹലോ രാജ്, ദിസ് ഇസ് മോഹൻ. ഐ റിസീവ്ഡ് ദ ബുക്ക് ഓൺ അബ്ദുൽ കലാം ബൈ കൊറിയർ യെസ്റ്റർഡേ. ഇൻ ദിസ് കോൺവെർസേഷൻ ഹൂ ഈസ് ദ റിസീവർ ഓഫ് ദ മെസ്സേജ്. അപ്പോൾ മേലെ തന്നിരിക്കുന്ന കോൺവെർസേഷനിൽ ആരാണ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഹലോ രാജ്, ദിസ് ഈസ് മോഹൻ എന്നുള്ളതാണ്. ഹലോ രാജ്, ദിസ് ഈസ് മോഹൻ. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയാണ്, ഹലോ രാജ്, ദിസ് ഈസ് മോഹൻ. അപ്പോൾ രാജിനോടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആരാണ് പറയുന്നത്, നമ്മളാണ്.
കേൾക്കുന്നത് രാജാണ്. അപ്പോൾ നമ്മളോട് റിസീവർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ, രാജ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഓഫ് ദ ഫോളോയിങ് ടെലിഫോൺ ക്വറി. ഒരു ടെലിഫോൺ അന്വേഷണമാണ്, അതിനൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ ആൻസറിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് പറയുന്നത്, ഹലോ ദിസ് ഈസ് SVS ഇലക്ട്രോണിക്സ്, ക്യാൻ ഐ ഹെൽപ്പ് യു. ഇത് SVS ഇലക്ട്രോണിക്സ് ആണ്, എന്ത് ഹെൽപ്പാണ് വേണ്ടത് എന്നുള്ളതാണ് ടെലിഫോൺ ഓപ്പറേറ്റർ പറയുന്നത്. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ളൊരു മറുപടി എന്തായിരിക്കും? വെൻ ഡിഡ് യു മെയിൽ യുവർ റെസ്യൂം യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് മെയിൽ അയച്ചത്? അല്ലെങ്കിൽ ഐ ലൈക്ക് കോഫി, ഡു യു. എനിക്ക് കോഫി ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ ചോദിക്കുമോ? ഇല്ല. നമുക്ക് ഓപ്ഷൻ സി നോക്കാം. യെസ് ഐ എം കാർത്തിക്, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു യുവർ MD. ഞാൻ കാർത്തിക്കാണ്, എനിക്ക് നിങ്ങളെ MDയുമായിട്ടൊന്ന് സംസാരിക്കണം. ഓക്കെ. ദെൻ 4ാമത്തെ ഓപ്ഷൻ പറയുന്നത് ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് നൗ. ഞാൻ എൻ്റെ ഹോംവർക്കൊക്കെ തീർത്തു. അപ്പോൾ നമുക്കറിയാം ഒരു ഉചിതമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് യെസ് ഐ എം കാർത്തിക്, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു യുവർ MD എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ്. ഓക്കെ, താഴെ നമ്മൾ ഉപയോഗിച്ച് അതായത് ഒരു വേർഡ് തന്നിട്ടുണ്ട്, പ്ലീസ് ഫൈൻഡ് ദ അസൈൻമെൻറ്റ് അറ്റാച്ച്ഡ്. ഇത് എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്. അറ്റാച്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന ഇമെയിലാണ്. നമ്മൾ ഇമെയിൽ, വീഡിയോ ഫയൽ അല്ലെങ്കിൽ ഓഡിയോ ഫയലുകൾ, ഇങ്ങനെയുള്ള മറ്റ് ഫയലുകൾ, ഡിജിറ്റൽ ഫയലുകളൊക്കെ നമ്മൾ ടെക്സ്റ്റിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് ഓപ്ഷൻ, വാട്സപ്പിലൊക്കെ കാണും ഒരു പിന്ന് പോലുള്ള ഒരു ചിഹ്നം. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നത് ഇമെയിലിലാണ് അറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലീസ് ഫൈൻഡ് ദ അസൈൻമെൻറ്റ് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് ഒരു എത്തിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. യു വിഡ്രോ ₹500 അറ്റ് ആൻ ATM. നിങ്ങളൊരു ATM നിന്ന് 500 രൂപ പിൻവലിച്ചു. ദ ATM മെഷീൻ ഗിവ്സ് ഔട്ട് ഓഫ് 5000. ATM മെഷീൻ നിങ്ങൾക്ക് 5000 രൂപയാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ദ എഫക്റ്റീവ്ലി കറക്റ്റ് ആക്ഷൻ. താഴെ തന്നവയിൽ ഏതാണ് കറക്റ്റ് ആക്ഷൻ എന്നാണ്. 1, മേക്ക് എ കംപ്ലയിൻറ്റ് അറ്റ് നിയറസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബാങ്ക്. നിങ്ങൾ അടുത്തുള്ള ബാങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. 2, ടേക്ക് ദ മണി, ആ പൈസ നിങ്ങൾ എടുക്കുക. ദെൻ ഡ്രോപ്പ് ദ മണി ടു ദ പൂവർ, പാവപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കുക. ഗീവ് ദ മണി ടു പൂവർ, അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക, അതേപോലെ അല്ലെങ്കിൽ ആ മണി നിങ്ങളെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു എത്തിക്കൽ നടപടി എന്ന് പറയുന്നത് മേക്ക് കംപ്ലയിൻറ്റ് അറ്റ് ദ നിയറസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബാങ്ക് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അച്ചീവബിൾ പേഴ്സണൽ ഗോൾ. കുറേ ലക്ഷ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്, അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണൽ ഗോൾ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ആര് പറയുന്നു? ഒരു കുട്ടി പറയുകയാണ് എനിക്ക് പൈലറ്റ് ആവണം. ഇപ്പോൾ സാധാരണ ഒരു കുട്ടി വിമാനം കാണുമ്പോൾ എനിക്ക് പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ലോറി കാണുമ്പോൾ അതിൻ്റെ ഡ്രൈവർ ആവണം എന്നൊക്കെ തോന്നാം. അപ്പോൾ അത് ഒരു അച്ചീവബിൾ പേഴ്സണൽ ഗോളല്ല. 2ാമത്തെ, ഐ വാണ്ട് ബിക്കം സൂപ്പർ സ്റ്റാർ. എനിക്കൊരു സൂപ്പർ സ്റ്റാർ ആവണം സെറ്റ് ബൈ എ യങ്സ്റ്റർ. ഒരു യുവാവ് ഓരോ സിനിമ കാണുമ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ ആവണം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതും ഒരു അച്ചീവബിൾ പേഴ്സണൽ ഗോളല്ല. 3ാമത്തെ, ഐ വാണ്ട് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഇൻ 2 months. സ്റ്റുഡൻറ്റ് പറയുകയാണ് എൻ്റെ പ്രൊജക്റ്റ് 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു അച്ചീവബിൾ പേഴ്സണൽ ഗോളായിട്ട് നമുക്ക് കാണാം. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡിയും കൂടെ നമുക്ക് നോക്കാം. ഐ വാണ്ട് ടു ബൈ എ ബിഗ് ഹൗസ്. എനിക്ക് വലിയൊരു വീട് വാങ്ങണം പറയുന്നത് ആരാണ്? സെറ്റ് ബൈ ആൻ അൺഎംപ്ലോയിഡ് പേഴ്സൺ. ഒരു ജോലിയില്ലാത്ത ആളാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ഒരു അച്ചീവബിൾ പേഴ്സണൽ ഗോൾ എന്ന് പറയുന്നത്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് ASAP, SMS ലാംഗ്വേജിൽ ASAP എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോങ് ടേം ഗോൾ. താഴെ പറയുന്നതിൽ ലോങ് ടേം ഗോൾ ഏതാണ്? സ്റ്റഡി ഫോർ ദ എക്സാം, ബിക്കം എ മാനേജർ ഇൻ എ ബിഗ് കമ്പനി, കംപ്ലീറ്റ് ഗിവൻ ഹോംവർക്ക്, കംപ്ലീറ്റ് ദ ഡിപ്ലോമ കോഴ്സ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതിൽ ലോങ് ടേം, ഒന്ന് എക്സാമിന് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, അതേപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ നല്ലൊരു ജോലി നേടുക. അപ്പോൾ നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ് ഇപ്പോൾ താഴെ പറയുന്നതിൽ ഈ 4 ഓപ്ഷനിൽ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സെൻറ്റൻസ് എക്സ്പ്രസ് യുവർ എഗ്രിമെൻറ്റ് ഇൻ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ ഒരു എഗ്രിമെൻറ്റ്, ഒരു ഡിസ്കഷനിൽ ഒരാളുടെ അഭിപ്രായത്തോടെ എങ്ങനെയാണ് നിങ്ങൾ എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഐ ആക്സെപ്റ്റ് യുവർ വ്യൂ പോയിൻ്റ് ഓൺ ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വ്യൂ പോയിൻറ്റ്സുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എഗ്രി ചെയ്യാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കാം. എ മീറ്റിംഗ് ഈസ് കോൾഡ് ടു ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓൺ October 18, 2013. ഓക്കെ, 2013 ഒക്ടോബർ 18 മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം, ഒന്നാമത്തെ ഓപ്ഷൻ എ പറയുന്നത് ദ മെസ്സേജ് ത്രെട്ടൻസ് റിസീവറെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. റിസീവറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഈ ഒരു മെസ്സേജിലില്ല. രണ്ടാമത് ഓവർ ഇമോഷണലാണ് എന്നുള്ളതാണ്. ഈ ഒരു മെസ്സേജിൽ ഓവർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. അതുപോലെ ജഡ്ജ്മെൻ്റലും അല്ല ഈ ഒരു മെസ്സേജ്. പക്ഷേ ഈ മെസ്സേജിൻ്റെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ മെസ്സേജ് ഈസ് ആംബ്യൂഗസ് എന്നുള്ളതാണ്. ഈ മെസ്സേജ് സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. ആംബ്യൂഗിറ്റി, സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. അതാണ് ആൻസർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് ഒന്നുകൂടെ വായിക്കാം. എ മീറ്റിംഗ് ഈസ് കോൾഡ് ടു ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓൺ October 18, 2000. എന്ത് ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, എവിടെ വെച്ചാണ് മീറ്റിംഗ് ഉള്ളത്, ഏത് സമയത്താണ് മീറ്റിംഗ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് ആംബിഗസ് ആണ്, സംശയമുളവാക്കുന്ന ഒരു മെസ്സേജാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്ക് യു.